ഒരു ചെറിയ വരുമാനം നിലവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയാനോ അതല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രസന്റേഷനെ കുറിച്ച് കേൾക്കാനോ എന്ത് പറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. എനിവേ, നിങ്ങൾ എത്തിയിട്ടുള്ള ഈ ഒരു സൂം ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു സൂം പ്രസന്റേഷനിലേക്ക് നിങ്ങൾ ഒരുപാട് തിരക്കുകളൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം മാത്രമല്ല നിങ്ങളുടെ മനസ്സും വരുന്ന ഒരു 30 മിനിറ്റിലേക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ തിരക്കുകളും എല്ലാ ടെൻഷനും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വളരെ പ്ലസന്റ് ആയിട്ട് വളരെ ഹാപ്പി ആയിക്കൊണ്ട് ഈ ഒരു വരുന്നൊരു 30 മിനിറ്റ് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയതുപോലെ ഒരു സാങ്കേതിക വിദ്യയിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാനും എങ്ങനെ നിങ്ങൾക്കൊരു വരുമാനം പറ്റുമെന്ന് അറിയാനുള്ള ഒരു 30 മിനിറ്റ് ആണ്. സോ എനിവേ, എന്നെ അശ്വന്ത് പരിചയപ്പെടുത്തി, ഞാൻ ഒന്നുകൂടെ എന്നെ പരിചയപ്പെടുത്തണം. എൻ്റെ പേര് അൽ അമീൻ, സ്വദേശം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ് ഇപ്പോൾ താമസം. ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. 2020 വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. അതുവരെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്ന് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് എന്തറിയാം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ച് നിങ്ങൾക്കുള്ള ഒരു അറിവിനേക്കാൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമായിരുന്നു തുടക്ക സമയത്ത് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മീറ്റിങ്ങുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ പുതിയ അറിവുകളും ശേഖരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇന്ന് ആരുടെ മുന്നിലും ഈ പറയുന്ന ടെക്നോളജിയെ കുറിച്ചും ഈ ഒരു അവസരത്തെക്കുറിച്ചും നല്ല രീതിയിൽ കോൺഫിഡൻറ്റോട് കൂടി പറയാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് എന്നെ ഈ ഒരു അവസരം മാറ്റിയെടുത്തിട്ടുള്ളത് ഈ ഒരു എംപവർ എന്ന് പറയുന്ന ഒരു അക്കാദമിയുടെ കൂടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. അപ്പൊ എല്ലാവരെയും ഒന്നുകൂടെ ഞാൻ എൻ്റെ ഈ ഒരു കോയിൻ ഫോർസ് പ്രസന്റേഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. യശ്വന്ത് ഓൾറെഡി തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ ഓൺ ചെയ്തിട്ടുള്ള മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാരണം അറിയാതെ പോലും ഒരു അബദ്ധം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വളരെയധികം സെക്യൂർഡ് ആണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക, പ്രത്യേകിച്ച് സ്ത്രീകളോട്. ഓക്കെ, എനിവേ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു പ്രസന്റേഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ ഒരു പ്രസന്റേഷനിലേക്ക് നിങ്ങൾ ഇപ്പൊ നിലവിൽ എത്തിയിട്ടുള്ളത് വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടും അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു അധികമായിട്ടുള്ള ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും. അപ്പൊ എന്താണ് കോയിൻ ഫോർജ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിലേക്ക് മുന്നേ ഈ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, അതല്ലെങ്കിൽ ഈ ഒരു കോയിൻ ഫോർജ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അതല്ലെങ്കിൽ എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു വ്യക്തിയെ എനിക്ക് എത്രത്തോളം വിശ്വസിക്കാം, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തെ ഈ ഒരു ബിസിനസ്സുമായിട്ട് എനിക്ക് എങ്ങനെ ബന്ധപ്പെടുത്താം എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ വരുന്നൊരു 30 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ once again I'm inviting you, the future of the digital wealth, the coin forge എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രസന്റേഷനിലേക്ക് നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സോ എന്താണ് കോയിൻ ഫോർജ്, അല്ലെങ്കിൽ എന്തിനാണ് കോയിൻ ഫോർജ്? നമ്മൾ ഏതൊരു ബിസിനസ് കേട്ടാലും അല്ലെങ്കിൽ ഏതൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും എന്താണ് ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് ആ ബിസിനസ് എന്നുള്ളത് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ടാമതായിട്ട് എന്തിനാണ് ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്? അത് നിങ്ങൾക്കറിയാം, നമ്മൾ പല മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ്, പല ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് ഞാൻ ചെയ്യാനോ കേൾക്കാനോ ഉള്ളൊരു കാരണം അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു സാഹചര്യം, അതല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നിർബന്ധമായിട്ടും ഏൺ ചെയ്യേണ്ട ഒരുപാട് വരുമാനങ്ങളിലൂടെ നമ്മൾ ക്ലിയർ ചെയ്ത് പോകേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രസന്റേഷനിലൂടെയും അല്ലെങ്കിൽ ഏതൊരു മേഖലയിലൂടെയും ഏതൊരു ബിസിനസ്സിലൂടെയും നമുക്ക് കിട്ടുന്നത് വരുമാനമാണ്. ആ വരുമാനം എന്ന് പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതം എന്ന് മുന്നോട്ട് പോകുന്നത്. സോ കോയിൻ ഫോർജ് എന്താണ്? കോയിൻ ഫോർജ് എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീൻ ഷെയറിൽ കാണാം. കോയിൻ ഫോർജ് ഓൾറെഡി കഴിഞ്ഞ മാർച്ച് 13 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു 2020 മുതൽ ഞാൻ ഈ ഒരു മേഖലയിലുണ്ട്. അത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ഞാൻ കടന്നു വന്നു. ആ ചെയ്തിരുന്ന ബിസിനസിന്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാനും അതല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സോ കഴിഞ്ഞ മാർച്ച് 2025 കഴിഞ്ഞ മാർച്ച് 13 ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഇന്ന് നമ്മളെല്ലാവരും വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഫോർജ് റേസ് എന്ന് പറയുന്ന പ്രോഗ്രാം. അത് ഓൾറെഡി 13 ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഒരു പ്രീമിയം സ്മാർട്ട് കോൺട്രാക്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോയിൻ ഫോർജിന്റെ റോഡ് മാപ്പാണ്. എവറി 3 മാസം കൂടുമ്പോഴും എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മുടെ നിലവിലുള്ള പ്രോഗ്രാമിനോട് കൂടെ തന്നെ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലബ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, ആഡ് ഓൺ ആകുന്ന ഒരു പ്രോഗ്രാം നമുക്ക് മുന്നിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോയിൻ ഫോർജ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് നിലവിൽ നിൽക്കുന്ന നമ്മുടെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ കൂടെ തന്നെ അടുത്ത 3 മാസത്തിന്റെ ഉള്ളിലായിട്ട് പ്രീമിയം സ്മാർട്ട് കോൺട്രാക്ടിന്റെ ലോഞ്ച് Q3 എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മൈനിങ്, നമുക്കറിയാം നമ്മൾ ഇതിലൂടെ നമുക്ക് വരുമാനം മാത്രമല്ല നമ്മൾ ഇതിലേക്ക് മുടക്കുന്ന ഓരോ പേയ്മെന്റിന്റെയും വാല്യുബിൾ ആയിട്ടുള്ള ഓൺ ടോക്കൺ, പാരലൽ എനർജി ടോക്കൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനോട് കൂടെ തന്നെ കിട്ടുന്നുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത സ്ലൈഡിലൂടെ ഒക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് കിട്ടുന്ന ഓരോ ടോക്കണുകളും നമുക്ക് നാളെ കോയിനുകളാക്കിയിട്ട് ഒരു അസറ്റ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസരവും ഇതിലുണ്ട്. അതിന്റെ മൈനിങ് ആണ് എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് Q3 എന്ത് ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം
ആ മൈനിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം എയർ ഡ്രോപ്പ് 2025 Q4 എന്ത് ചെയ്യുന്നുണ്ട്, എയർ ഡ്രോപ്പിലൂടെ നമ്മുടെ കയ്യിലേക്ക് അത് കിട്ടുകയും അതിനെ നമുക്ക് ഇന്ന് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടോക്കണിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഒരു കോയിനാക്കി മാറ്റാനുള്ള ഒരു അവസരവും ഇതിലുണ്ട്. അതിനുശേഷം പബ്ലിക് മാർക്കറ്റുകളിലേക്ക്, ബിനാൻസ് പോലെയുള്ള പബ്ലിക് എക്സ്ചേഞ്ചുകളിലേക്ക് ആ കോയിൻ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മൊമെന്റ് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടോക്കണുകളെ കോയിനാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെല് ചെയ്യുകയും ഹോൾഡ് ആക്കിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും ഇതിലുണ്ട്. അതിനുശേഷം റോയാലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ജനുവരി 2026 കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ മാസവും 1-ാം തീയതി മുടങ്ങാതെ നമുക്ക് ഒരു സാലറി പോലെ, ഒരു പെൻഷൻ പോലെ ഒരു റോയാലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 2026 ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം മാർക്കറ്റ് പ്ലേസ്. എന്താണ് മാർക്കറ്റ് പ്ലേസ് എന്നുള്ളത് നമുക്ക് ഭൂരിഭാഗം ആളുകൾക്കും അറിയാം. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ NFT ബന്ധപ്പെട്ടിട്ടോ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ NFT ഓപ്പൺ സി മാർക്കറ്റ് പ്ലേസിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരു മാർക്കറ്റ് പ്ലേസിന്റെ ലോഞ്ചിങ് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. മെയിനായിട്ട് കോയിൻഫോർജിന്റെ ഒരു ബേസിക് ഡെപ്ത് എന്ന് പറയുന്നത് AI ജനറേറ്റ് ചെയ്തിട്ടുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് കോയിൻഫോർജ് എന്ന് പറയുന്നത്. സോ ഗെയിമിങ്ങുകളിലൂടെ വലിയൊരു, നമുക്കറിയാം ഇന്ന് ഫ്യൂച്ചറിൽ, ഇന്ന് നമ്മൾ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഗെയിമിംഗ് തന്നെയാണ്. ഒരുപാട് ഗെയിമിംഗ് കോഡിംഗ് എഞ്ചിനീയേഴ്സിനെയും അതുപോലെ തന്നെ ഗെയിമിംഗ് കോഡിങ്ങുകളിലൂടെ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോയിൻഫോർജ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള കോയിൻഫോർജിന്റെ റോഡ് മാപ്പ്. എന്താണ് കോയിൻഫോർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റോഡ് മാപ്പിലൂടെ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരു 1 ഇയർ അല്ലെങ്കിൽ വരുന്ന ഒരു വർഷത്തേക്കുള്ള ഒരു റോഡ് മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനും അധികമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമിങ്ങുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കോയിൻഫോർജിലൂടെ വരാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഇനി എന്താണ് കോയിൻഫോർജിന്റെ അഡ്വാൻറ്റേജസ്? ലോകത്ത് 2 ടൈപ്പ് ഓഫ് ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. ഒന്ന് സെൻട്രലൈസ്ഡ് ബിസിനസ് ആണ്, ഒന്ന് ഡീസെൻട്രലൈസ്ഡ് ആണ്. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനൊരു അതോറിറ്റി ഉണ്ടാകും, അതിന് അഡ്മിൻസ് ഉണ്ടാകും, അതിനെ ഹ്യൂമൻ കൺട്രോളിങ്ങിലൂടെ മാത്രമാണ് ഒരു സെൻട്രലൈസ്ഡ് ബിസിനസ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ക്രിയേറ്റർക്ക് വേണമെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനും അതിന് എന്ത് മാനിപ്പുലേഷൻസ് വരുത്താനും എന്ത് ചേഞ്ചസ് വരുത്താനും സെൻട്രലൈസ്ഡ് ബിസിനസ്സിലൂടെ സാധ്യമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും, ഇന്റർനെറ്റിന് ഒരുപാട് പോരായ്മകളുണ്ട്. ആ ഇന്റർനെറ്റിന്റെ ഒരുപാട് പോരായ്മകൾ, ഒരുപാട് സെക്യൂരിറ്റി പോരായ്മകളെ പരിഹരിച്ചുകൊണ്ടാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇന്ന് ലോകത്തേക്ക് എത്തിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഇന്റർനെറ്റ് വെർഷൻ ആണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെൻട്രലൈസ്ഡിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. അതിനൊരു ക്രിയേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് 100% ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ വൺസ് ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തത് ബ്ലോക്ക് ചെയിനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു മൊമെന്റ് മുതൽ ഇതിന്റെ ക്രിയേറ്റർക്ക് പോലും യാതൊരു തരത്തിലുള്ള മാനിപ്പുലേഷൻസോ യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ വരുത്താൻ യാതൊരു സാധ്യവുമല്ലാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സോ അതാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ്ലി 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഏർണിംഗ് പൊട്ടൻഷ്യൽ ആണ്. ഇതിനൊരു ടൈം പീരീഡോ കാര്യങ്ങളോ വെച്ചുകൊണ്ടല്ല. നമുക്ക് ഈ ഒരു ബിസിനസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഈ ബിസിനസ് എന്ന് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, എന്ന് മുതൽ വരുമാനം എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, എത്ര കാലം ഞാൻ വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് വൺസ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും, അതല്ലെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ഡേ ഓഫ് ദ ഇന്റർനെറ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊജക്റ്റിലൂടെ നിങ്ങൾക്ക് വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് റെഫറൽ ഇൻകം. നമുക്കറിയാം ഇന്ന് ലോകം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ റെഫറലിലൂടെയാണ്. കാരണം അറിയാം, ഇന്ന് ലോകത്ത് ഏതൊരു കച്ചവടം നടക്കുന്നുണ്ടെങ്കിലും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കസ്റ്റമറിനെയാണ്. നമ്മൾ എന്തൊരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിലും അതിന് കസ്റ്റമർ ഉണ്ടെങ്കിലാണ് ആ ബിസിനസ് റൺ ചെയ്യുന്നത്. സോ വിതൗട്ട് കസ്റ്റമർ ലോകത്ത് ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നില്ല, റൺ ചെയ്യുന്നില്ല. സോ ഇതിലും ഈ ഒരു ബിസിനസ്സും ട്രഡീഷണൽ ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ട്രഡീഷണൽ ബിസിനസ്സുമായിട്ട് വളരെയധികം എന്താ പറയുക, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വെർഷനാണ്. കാരണം ഈ ഒരു ബിസിനസ്സിലും നമുക്ക് വേണ്ടത് എന്താണ്, നമ്മളിലൂടെ ഒരുപാട് ആളുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. സോ അതുപോലെ തന്നെ അൺലിമിറ്റഡ് റെഫറൽ ഇൻകം. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെയും നമ്മൾ പരിചയപ്പെടുന്ന ആളുകളെയും ഒരു വരുമാനം നോക്കി നിൽക്കുന്ന ഏതൊരു വ്യക്തിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് റെഫർ ചെയ്യാം. ഇത് വർക്കിംഗ് ഇൻകം നോൺ വർക്കിംഗ് ലെവലിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ നോൺ സ്റ്റോപ്പ് ഗ്ലോബൽ പൂൾ ഇൻകം. അതായത് ഗ്ലോബൽ പൂൾ ഇൻകം എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട്. ഏതൊരു വ്യക്തിയും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൊമെന്റ് മുതൽ ആ വ്യക്തിക്ക് ശേഷം നടക്കുന്ന ഈ ലോകത്ത് നടക്കുന്ന ഈ കമ്പനിയിൽ നടക്കുന്ന ഏതൊരു ബിസിനസ്സും ആ ഒരു ബിസിനസിന്റെ ഒരു സർട്ടൻ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് നമുക്കും കൂടി ഡിസ്ട്രിബ്യൂഷൻ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിലൂടെ കിട്ടിക്കൊണ്ട് ലോകത്തെ എല്ലാ ആളുകൾക്കും, നിലവിലുള്ള എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിന് എല്ലാവർക്കും വരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഗ്ലോബൽ പൂൾ ഇൻകം ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എനിവേ, ആക്റ്റീവ് ആൻഡ് പാസീവ് ലെവൽ ഇൻകം. അതായത് നമ്മൾ വർക്ക് ചെയ്താലും വരുമാനം കിട്ടും, നമ്മളൊരു വർക്ക് ചെയ്താത്ത സമയത്ത് പോലും ഗ്ലോബൽ പൂൾ വരുമാനം കിട്ടുന്ന ഒരു മീൻസ് ഒരു ഓപ്ഷനും കൂടി ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. റിസ്ക് ഫ്രീ ബിസിനസ് ആണ്. അതായത് ഏതൊരു ബിസിനസ്സിനും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ വൺസ് കടന്നു വരുന്ന ഒരു സമയം മുതൽ ആ ഒരു സമയത്തേക്ക് 100% ഇൻഡിപെൻഡന്റ് ആയിക്കൊണ്ട് ഒരാളുടെ ഏതൊരു വ്യക്തിയുടെയും ഒരു
ഡിപ്പെൻഡൻസിയിൽ നിൽക്കാതെ 100% ഇൻഡിപെൻഡന്റ് ആയിക്കൊണ്ട് ഏതൊരു സ്ഥലത്തും ഏതൊരു രാജ്യത്തും ഏതൊരു സിറ്റിസനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. പിന്നെ പിയർ ടു പിയർ ട്രാൻസാക്ഷൻ ആണ്, 100% ട്രാൻസ്പെറന്റ് ആണ്, നോ വിഡ്രോവൽ റിക്വസ്റ്റ്. അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് ഒരു മറ്റൊരു തേർഡ് പേഴ്സന്റെ അതോറിറ്റിയുടെ ഒരു പെർമിഷന് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ ആർക്കും തന്നെ വരുന്നില്ല. പിന്നെ ഒരു 100% ലോകത്ത് എല്ലാ ആളുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ വാലറ്റുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ അസറ്റുകൾ ഹോൾഡ് ചെയ്യുന്നതും ട്രാൻസാക്ഷനിലൂടെ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും എല്ലാം തന്നെ ബ്ലോക്ക് ചെയിൻ വാലറ്റിലൂടെയാണ്. പോളിഗൺ ബ്ലോക്ക് ചെയിൻ ആണ് ഇതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് പിയർ ടു പിയർ ട്രാൻസാക്ഷനിലൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്കറിയാം Web3 പ്രൊജക്ട് എന്താണെന്നും, അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്നിട്ടുള്ളത് Web1 നിന്ന് അറിയാതെ പോലും Web2 എത്തി. ഇന്ന് Web3 കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. സോ ഈ ഒരു ബിസിനസ്സും ടോട്ടലി Web3 ബിസിനസ് ആണ്. NFT മാർക്കറ്റ് പ്ലേസ് ഞാൻ നേരത്തെ ഓൾറെഡി നിങ്ങളെടുത്ത് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഈ കോയിൻഫോർജിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഏതൊരു വ്യക്തിക്കും 100% ട്രാൻസ്പെറൻസിയോട് കൂടിയിട്ട് 100% സെക്യൂർഡും, അതുപോലെ തന്നെ ഏതൊരു വ്യക്തിയും ട്രാൻസ്പെറന്റ് ആയിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും വിസിബിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി കോയിൻഫോർജിന്റെ ഒരു ഫ്ലോ നമുക്കറിയാം. ഒരു വ്യക്തിക്ക് ഇതിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ വാലറ്റിന്റെ ഒരു ഇൻസ്റ്റാളിങ് നമ്മൾ ആദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ബാങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത് എങ്ങനെയാണോ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ ഏതൊരു വ്യക്തിയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനവും നമ്മൾ ഇതിലൂടെ നടത്തുന്ന ഓരോ ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടിന് പകരം ഒരു ടോക്കൺ പോക്കറ്റ്, ട്രസ്റ്റ് വാലറ്റ് പോലെയുള്ള, മെറ്റാമാസ്ക് പോലെയുള്ള ബ്ലോക്ക് ചെയിൻ വാലറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബിസിനസ്സിനെ എന്താ പറയാ, നമുക്ക് ഇത് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ അതിന് 12 കീവേഡ്സുമായിട്ടുള്ള ഒരു പാസ്വേഡ് നമുക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെയധികം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് തന്നെ ഏതൊരു ഡിവൈസിലും ആ ഒരു 12 അക്ക പാസ്വേഡ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഭാവിയിൽ ഏതൊരു ഡിവൈസിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ വാലറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ കോയിൻഫോർജിന്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് മുടക്കുന്ന ഓരോ രൂപയും അല്ലെങ്കിൽ ഓരോ ഡോളറും സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷനിലൂടെ മറ്റു പല രീതിയിലേക്കും ഡിസ്ട്രിബ്യൂഷൻ നടത്തിക്കൊണ്ട് നമ്മളിലുള്ള ആളുകൾക്ക് തന്നെ വരുമാനം കിട്ടുന്ന ഒരു പ്രോസസ്സാണ് സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മറ്റൊരു മൂന്നാമതൊരു കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് നമ്മളൊരു ഫണ്ട് പോലും അയച്ചു കൊടുക്കാതെ നമ്മൾ മുടക്കുന്ന ഓരോ പൈസയും ഈ പറയുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിന്റെ സ്ലോട്ടുകളിലൂടെ ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതത് ആളുകൾക്ക് അത് വരുമാനമായിട്ട് നിൽക്കിക്കൊണ്ടും, അതുപോലെ തന്നെ നമ്മളിലൂടെ വരുന്ന ഓരോ ബിസിനസ്സും സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷനിലൂടെ നമുക്കും വരുമാനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ ആണ്. പിന്നെ പാസീവ് ഇൻകം ജനറേഷൻ എല്ലാവർക്കും അറിയാം, ഏൺ ഫ്രം റെഫറൻസ് ആൻഡ് ടീം ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ്. അതായത് നമ്മൾ റെഫർ ചെയ്യുന്ന ഓരോ വ്യക്തികളിലൂടെയും അവരിലൂടെ വരുന്ന അടുത്ത കമ്മ്യൂണിറ്റിയിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുമാനം നമുക്ക് നിലവിൽ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. ഓരോ വ്യക്തിയും നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ 40% ആ വ്യക്തിയുടെ സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷനിലൂടെ ആ ഒരു വ്യക്തി നമ്മുടെ ലിങ്ക് ത്രൂ നമ്മൾ ഒരു വ്യക്തിയെ പുതിയതായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 40% ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പോൺസർ ചെയ്യുന്ന നമുക്കാണ് എന്ത് ചെയ്യുന്നത്, സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ വരുമാനമായിട്ട് കിട്ടുന്നതും. അതിലൂടെ ആദ്യത്തെ ഒരു ലെവൽ മുതൽ താഴെ 5 ലെവൽ വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 8% ലെവൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്. 5 ലെവലിൽ എവിടെ ഏതൊരു വ്യക്തിയും ഏത് സ്ഥലത്തേക്കും ഈ പറയുന്ന 5 ലെവലിൽ എവിടെ വേണമെങ്കിലും ആക്ടിവേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് 8% വരുമാനം നമുക്ക് ടീമിന്റെ താഴെ നിന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. അൺലിമിറ്റഡ് ഗ്ലോബൽ ഷെയർ ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ശേഷം അടുത്തതായി നടക്കുന്ന ഏത് രാജ്യത്തും ഏത് സ്ഥലത്തും നടക്കുന്ന ഏതൊരു ബിസിനസ്സിൽ നിന്നും അതിന്റെ ഒരു 40% ഡിവിഡൻഡ് ഷെയർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ ഷെയറിലൂടെ വരുമാനമായിട്ട് കിട്ടുന്നുണ്ട്. അതുകൂടെ തന്നെ നമ്മൾ മുടക്കുന്ന ഓരോ രൂപയ്ക്കും തത്തുല്യമായിട്ടുള്ള എനർജി ടോക്കൺ റിവാർഡ്സും നമ്മുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. ഇതാണ് മൈനിങ്ങിന് ശേഷം എയർ ഡ്രോപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്ന കോയിനുകൾ ഈ പറയുന്ന ടോക്കണിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്കതൊരു ഡിജിറ്റൽ അസറ്റ് ആക്കിയിട്ട് മാറ്റിക്കൊണ്ട് ലിസ്റ്റിങ്ങിന് ശേഷം നമുക്കത് വിൽക്കാനോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനോ ഹോൾഡ് ചെയ്യാനോ ഉള്ള ഒരു അവസരവും ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി എന്താണ് ഫോർജ് റേസ് അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയാണ് ഇതിലൂടെ വരുമാനം കിട്ടുന്നതും നമ്മൾ ആക്ടിവേഷൻ നടത്തുന്നതും സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി എന്താണ് സ്മാർട്ട് കോൺട്രാക്ട്? ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള മാർച്ച് 13 ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഫോർജ് റേസ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ 2 ടൈപ്പിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് $50. അതായത് ഞാനോ നിങ്ങളോ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് മറ്റൊരു വ്യക്തിയുടെ ഒരു ഇൻവിറ്റേഷൻ ലിങ്കിലൂടെയാണ്. ആ ഒരു ഇൻവിറ്റേഷൻ ലിങ്കിലൂടെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ മുടക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മുടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ ഫോർജ് റേസിലാണ്. അതിൽ ആദ്യത്തെ ഒരു കോൺട്രാക്ട് ആണ് $50 എന്ന് പറയുന്ന $50 ഒരു ഫസ്റ്റ് സ്ലോട്ട്.
നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും $50, അതിനുശേഷം $100, അതിനുശേഷം $150, അതിനുശേഷം $200, $250, $300. ഇങ്ങനെ 6 സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ് ഫോർജ് റേസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 6 സ്മാർട്ട് കോൺട്രാക്റ്റുകളിൽ 2 ടൈപ്പ് ഓഫ് പ്രോഗ്രാം ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് $50, അതല്ലെങ്കിൽ $100, അതിന്റെ താഴെ അതിന് മുകളിൽ $200, $250. ആ മുകളിൽ കാണുന്ന 4 കോൺട്രാക്റ്റുകളും 5 ജെൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നമ്മളിലൂടെ വരുന്ന ഏതൊരു വ്യക്തിയുടെ ടീമിൽ നിന്ന് വരുന്ന വർക്കിലൂടെയും നമുക്ക് ആദ്യത്തെ ലെവൽ മുതൽ താഴെ 5ാമത്തെ ലെവൽ വരെയും നമുക്ക് 8% ഓഫ് ഇൻകം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് 5 വ്യക്തികളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ ഈ പറയുന്ന 4 കോൺട്രാക്ടിന്റെ ഇൻവെസ്റ്റ്മെന്റും ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ അത് 5 ജനറേഷൻ എന്ന് പറയുന്ന 5 ജെൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പ്രോഗ്രാം ആണ് ഫോർജ് റേസിലെ ഈ 4 കോൺട്രാക്റ്റുകളും. താഴെയുള്ള ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് $150-ന്റെയും $300-ന്റെയും 2 കോൺട്രാക്റ്റുകളാണ്. അതായത് നമ്മൾ ഏത് വ്യക്തിയെയും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത്, റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിങ്കിലൂടെയാണ് ആ വ്യക്തി ഇതിലേക്ക് സ്പോൺസർഷിപ്പിലൂടെ വരുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 40% നമുക്ക് റെഫറൽ ഇൻകം ആയിട്ടും ഈ പറയുന്ന മുകളിലെ 4 കോൺട്രാക്റ്റുകളിൽ നിന്ന് 8% ഓഫ് ഇൻകം നമുക്കും നമ്മളുടെ മുകളിലുള്ള 4 പേർക്കും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളടക്കം 5 പേർക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ 40% റെഫറൽ ഇൻകം ആയിട്ടും അതുപോലെ തന്നെ 8% വെച്ച് 5 പേർക്ക് ഈ പറയുന്ന 5 ജെൻ സ്മാർട്ട് കോൺട്രാക്റ്റോട് കിട്ടുന്ന വരുമാനം 40% 5 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. അപ്പൊ അത് 8% വെച്ച് 5 പേരിലേക്ക് പോകുന്ന 40%, ടോട്ടൽ 80% അവിടെ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. ഈ പറയുന്ന സ്മാർട്ട് ഗ്ലോബൽ ഷെയറിൽ നോക്കുകയാണെങ്കിൽ അതിലും ഈ പറയുന്ന ഗ്ലോബൽ ഷെയറിലും 40% റെഫറൽ കമ്മീഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കി 20% എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ റോയാലിറ്റി ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടും അടുത്ത ജനുവരി 1-ാം തീയതി മുതൽ എല്ലാ മാസവും മുടങ്ങാതെ നമുക്ക് കിട്ടുന്ന ഒരു സാലറി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെൻഷൻ പോലെയുള്ള ഒരു വരുമാനം നമ്മൾ ഇന്ന് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതൽ നമ്മൾ ഇതിലൂടെ നടത്തുന്ന വരുമാനങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ സ്റ്റേജ് അനുസരിച്ചുകൊണ്ട് നമുക്ക് റോയാലിറ്റി എലിജിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ റോയാലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇതിലൂടെ നമുക്ക് എല്ലാ മാസവും കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 150-ന്റെയും 300-ന്റെയും താഴെ കാണുന്ന 2 കോൺട്രാക്റ്റുകൾ ഗ്ലോബൽ ഷെയറിലേക്ക് 40% റെഫറൽ കമ്മീഷനും 20% റോയാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി 40% നമ്മൾക്ക് ശേഷം വരുന്ന ഏതൊരു വ്യക്തിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കും ബാക്കിയുള്ള കമ്പനിയിലുള്ള എക്സിസ്റ്റിംഗ് എല്ലാ മെമ്പേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിവൈഡ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന ഒരേ ടൈമിൽ ദ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ എല്ലാ ആളുകൾക്കും ഒരുപോലെ തന്നെ കിട്ടുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത്. അപ്പൊ 2 കോൺട്രാക്റ്റിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഗ്ലോബൽ ഷെയർ ഇവിടെ നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ 5 ജെൻ ഡിസ്ട്രിബ്യൂഷനിലൂടെ നമുക്ക് കിട്ടുന്നത് 4 കോൺട്രാക്റ്റുകളും ഗ്ലോബൽ ഷെയറിന് വേണ്ടിയിട്ട് 2 കോൺട്രാക്റ്റുകളായിട്ട് ടോട്ടൽ 6 കോൺട്രാക്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ഏതൊരു വ്യക്തിക്കും $50 എടുത്തുകൊണ്ടും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാം. പക്ഷേ ഗ്ലോബൽ ഷെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം $50, $100, $150 ഗ്ലോബൽ ഷെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു നോൺ വർക്കിംഗ് ഇൻകം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മിനിമം 3ാമത്തെ കോൺട്രാക്റ്റ് എങ്കിലും ഓപ്പൺ ചെയ്യുമ്പോഴാണ് $150 ഗ്ലോബൽ ഷെയർ ആ ഒരു സെക്കൻഡ് മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഏതൊരു വ്യക്തിയും ഈ ബിസിനസ്സിലേക്ക് നമുക്ക് ശേഷം എവിടെ കടന്നു വന്നു കഴിഞ്ഞാലും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്ന ഒരു പ്രോസസ്സ് ഉള്ളത്. അതിനുശേഷം ടോട്ടൽ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 6 കോൺട്രാക്ട് ടോട്ടലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കാണാൻ പറ്റും. ഇതിനുശേഷം ഞാൻ പറഞ്ഞു Q3-ൽ ഞാൻ അടുത്തൊരു 3 മാസം കൊണ്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, കമ്മിങ് സൂൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അതായത് $500, $1000, $1500 എന്ന് പറയുന്ന ഒരു 3 കോൺട്രാക്റ്റുകൾ കൂടി നമുക്ക് മുന്നിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തൊരു ക്വാർട്ടർലി പീരീഡിനുള്ളിൽ നമുക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ $500, $1000 ഈ പറയുന്ന 5 ജെൻ ആണെങ്കിൽ $1500 ഗ്ലോബൽ ഷെയർ ആണ്. അപ്പൊ ഒരു 3 മാസത്തേക്ക് അപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് $150 40% ഗ്ലോബൽ ഷെയർ കിട്ടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ 6ാമത്തെ കോൺട്രാക്റ്റിലൂടെ $300 40% കിട്ടുന്ന ഒരാളാണെങ്കിൽ അടുത്തൊരു 3 മാസം കൊണ്ട് തന്നെ ഈ ഒരു 3 കോൺട്രാക്റ്റും കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 3 കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം $780 ഏതൊരു വ്യക്തി കടന്നു വരുമ്പോഴും അദ്ദേഹത്തിന്റെ 9 കോൺട്രാക്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ $780 ടോട്ടൽ എല്ലാ ആളുകൾക്കും ഡിവൈഡ് ചെയ്ത് പോകുന്നത് പോലെ നമുക്കും കിട്ടുന്ന ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യും, വലിയ രീതിയിൽ ഒരു ദിവസം തന്നെ ഒരു പാസീവ് ഇൻകം ഗ്ലോബൽ ഷെയർ കിട്ടുന്ന ഒരാൾക്കാരായിട്ട് നമുക്ക് എന്ത് ചെയ്യും, മാറാൻ പറ്റും. ഇനി ഇതിന്റെ റവന്യൂ മോഡൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. 40% ഒരു വ്യക്തി നമ്മൾ എന്താ പറയുക, നമ്മുടെ ലിങ്ക് ത്രൂ ഒരു വ്യക്തിയെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് 40% അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് റെഫറൽ ഇൻകം ആയിട്ട് കിട്ടുക. അതുപോലെ തന്നെ 8% വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് 5 ലെവലിൽ നിന്ന് 5 മെട്രിക്സിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 5 ലെവലിൽ നിന്ന് 8% ഓഫ് ലെവൽ ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആണ് നമ്മളുടെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺകണ്ടീഷണലും ആണ്. ഇനി 5 മെട്രിക്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്
നമ്മൾ കൊണ്ടുവരുന്ന ആദ്യത്തെ ഒരു വ്യക്തി മുതൽ 5 വ്യക്തികളെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അതല്ല, നമുക്ക് എത്ര വ്യക്തികളെ വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരാം. പക്ഷേ എല്ലാ വ്യക്തികളിലും 40% തന്നെയാണ് നമുക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ, പക്ഷേ ആദ്യത്തെ 5 പേരായിരിക്കും നമ്മുടെ ട്രീയിൽ, നമ്മുടെ താഴെ വിസിബിൾ ആകുന്ന രീതിയിൽ കാണാൻ പറ്റുന്നതും. അതിന് 5-ൽ കൂടുതൽ വരുന്ന ആളുകളെ നമ്മുടെ താഴെയുള്ള ആളുകളുടെ താഴെ പോയിട്ട് എന്ത് ചെയ്യും, ഓട്ടോ ഫില്ലിങ്ങിലൂടെ പ്രയോറിറ്റി ലെവൽ അടിസ്ഥാനത്തിൽ 3905 പേരെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ 5 റെഫറലിലൂടെ താഴെ 5 ലെവൽ ഫില്ലാകുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ ടീമിൽ 3905 പേര് വരുന്ന രീതിയിലുള്ള ഒരു 5 മെട്രിക്സ് പാക്കിംഗ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏൺ അപ് ടു 656K, അതായത് ടോട്ടൽ പറയുകയാണെങ്കിൽ 1,70,00,000 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന 5 റെഫറലിലൂടെ 5 ലെവൽ ഫില്ലാകുന്ന സമയത്ത് നമുക്ക് വരുമാനമായിട്ട് കിട്ടുന്നുണ്ട്. അത് റോയാലിറ്റി ആൻഡ് പ്രൊഡക്റ്റ് ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് 20% നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഹോൾഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് അടുത്ത ജനുവരി മുതൽ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് തന്നെ കിട്ടുന്നത്. ഓക്കെ, എനിവേ ഗ്ലോബൽ ഷെയർ ഓൾറെഡി ഞാൻ പറഞ്ഞു, 2 കോൺട്രാക്ട് ആണ് ഇപ്പൊ നിലവിൽ ഗ്ലോബൽ ഷെയർ ഉള്ളത്. മൂന്നാമത്തെ $150 ആറാമത്തെ $300. അപ്പൊ അതിൽ 40% റെഫറൽ കമ്മീഷൻ ആയിട്ടും അവിടെ ബാക്കിയുള്ള 20% ഹോൾഡ് ചെയ്യപ്പെടുന്നതായിട്ടും ബാലൻസ് വരുന്ന 40% നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ ഷെയറിലൂടെ നമ്മൾ വരുന്ന സമയത്ത് നമ്മളിലൂടെ 40% മറ്റെല്ലാ വ്യക്തികൾക്കും ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നത് പോലെ നമുക്ക് ശേഷം വരുന്ന വ്യക്തികളിൽ നിന്നും നമ്മളടക്കമുള്ള നിലവിലുള്ള ആളുകൾക്ക് അത് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഫോർത്ത് റേസിന്റെ ഈ പറയുന്ന 5 റെഫറൽ കൊണ്ടുവന്ന് അതിനെ 25 പേരാക്കി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിനെ 125 പേരായി ഡ്യൂപ്ലിക്കേറ്റ് ആയി 625 പേരായി ഡ്യൂപ്ലിക്കേറ്റ് ആയി പിന്നെ 3125 പേരിലേക്ക് എങ്ങനെയാണ് എത്തുക എന്നുള്ളതിന്റെ ഒരു ലെവൽ ഫ്ലോ ആണ്. സോ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം $50 സ്റ്റാർട്ട് ചെയ്യാം. ഗ്ലോബൽ ഷെയർ എലിജിബിലിറ്റി കിട്ടണമെങ്കിൽ മിനിമം 3 കോൺട്രാക്ട്, അതായത് $50 എടുത്തിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് 4500 രൂപയും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഗ്ലോബൽ ഷെയർ കിട്ടണമെങ്കിൽ മിനിമം 3 കോൺട്രാക്ട് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യും 28,000 രൂപയും. മൊത്തം 6 കോൺട്രാക്ട് എടുത്ത് 2 ഗ്ലോബൽ ഷെയറും കൂടി കിട്ടണമെങ്കിൽ 6 കോൺട്രാക്ട് $1050 അല്ലെങ്കിൽ 95,000 രൂപക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ $50 4500 രൂപക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. 28,000 രൂപക്ക് മിനിമം ഗ്ലോബൽ ഷെയർ വാങ്ങാനുള്ള ലെവലിലും നമുക്ക് ഇത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ടോട്ടൽ ഫുൾ പാക്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 95,000 രൂപക്കും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു വ്യക്തി 5 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ പോലും ഈ ഒരു ഏതൊരു വ്യക്തിക്കും ഇതിൽ 95,000 രൂപ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്തിട്ടേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര രൂപ കയ്യിലുണ്ടെങ്കിലും ശരി, ഇതിന്റെ 6 കോൺട്രാക്ടിന്റെ മാക്സിമം പാക്ക് എന്ന് പറയുന്നത് 95,000 രൂപയാണ്. നമുക്കറിയാം ഇന്ന് ലോകത്ത് ആളുകളെ കൊണ്ടുവരാത്ത ഒരു ബിസിനസ്സും നിലവിലില്ല. പല ആളുകളും ഈ ഒരു പ്ലാൻ കേൾക്കുമ്പോൾ ചിന്തിക്കും ഇത് ആളെ ചേർത്തുന്ന ബിസിനസ് അല്ലേ എന്ന് ചിന്തിക്കും. അവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്, ഇന്ന് ലോകത്ത് ആളെ കൊണ്ടുവരാത്ത അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഒരു കച്ചവടം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ മറ്റൊരാൾ ഇൻവോൾവ് ആവാതെ ഏത് ബിസിനസ്സാണ് നടക്കുന്നത്. ഒരു ഷോപ്പ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ആരെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു വെക്കുന്നത്, സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്? നമുക്ക് കസ്റ്റമർ ആയിട്ട് ഒരു ഹ്യൂമൻ ബീങ് തന്നെ അവിടെ വരണം, അല്ലെ? ആ ഒരു കസ്റ്റമറിൽ നിന്ന് രണ്ടാമത്തെ കസ്റ്റമർ ആയിട്ടും ഒരു 5 കസ്റ്റമർ ആയിട്ടും 10 കസ്റ്റമർ ആയിട്ടും മാക്സിമം നമ്മളുടെ ഒരു പേഴ്സണൽ കമ്മ്യൂണിറ്റിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പേഴ്സണൽ ബിസിനസ്സിനെ നമുക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇനി ഒരു പ്രൊഫഷണൽ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മീൻസ് MBBS പീരീഡും എല്ലാം കഴിഞ്ഞ് ട്രെയിനിങ്ങും കഴിഞ്ഞ് അദ്ദേഹം ഒരു ഒഫീഷ്യൽ MBBS ഡോക്ടറായി കഴിഞ്ഞാൽ അദ്ദേഹത്തിനും വേണ്ടത് എന്താണ്, പേഷ്യൻസിനെയാണ്. ആ ഒരു പേഷ്യന്റ് വന്ന് ആ ഡോക്ടറുടെ അടുത്ത് 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അദ്ദേഹത്തിലൂടെ ആയിരിക്കാം ചിലപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സിനിമാ തിയേറ്റർ ആണ് ഒരു വ്യക്തി തുടങ്ങുന്നതെങ്കിൽ ആ സിനിമാ തിയേറ്ററിലും ഈ പറയുന്ന ഓരോ മനുഷ്യരെയും പ്രതീക്ഷിച്ചിട്ടാണ് ഏതൊരു സിനിമാ തിയേറ്ററും റൺ ചെയ്യുന്നത്. അപ്പൊ ലോകത്ത് ഏറ്റവും മിനിമത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കഴിഞ്ഞാൽ പോലും ആ ഒരു ഓട്ടോറിക്ഷ റൺ ചെയ്യണമെങ്കിൽ മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾ ആ കസ്റ്റമേഴ്സ് ആയിട്ട് ആ വണ്ടിയിൽ കയറുമ്പോഴാണ് അവിടെയും ബിസിനസ് നടക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ലോകത്ത് കച്ചവടം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അത് 1-ൽ കൂടുതൽ ആളുകളായിട്ടും അതിൽ 2-ൽ കൂടുതൽ ആളുകളായിട്ടും 10ആയിട്ടും 20ആയിട്ടും 100ആയിട്ടും 1000ആയിട്ടും ലക്ഷക്കണക്കിനായിട്ട് ആളുകളും മാറുമ്പോഴാണ് ഇന്ന് ലുലു പോലെയുള്ള ബ്രാൻഡുകൾ അവരുടെ ഓൺ കസ്റ്റമേഴ്സിനെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. നെസ്റ്റോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അവരുടെ മാത്രം കസ്റ്റമേഴ്സിനായിട്ട് അവർ മാറ്റിയിട്ടുണ്ടെങ്കിൽ മൈജി പോലെയുള്ള നമുക്കറിയാം ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളൊക്കെ റൺ ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള ഓൺ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഇവിടെയും അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കോയിൻഫോർജ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള ഒരു ലൈസൻസ്, ഒരു ഓതോറൈസേഷൻ ലൈസൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രാജ്യത്തുള്ള ഏത് വ്യക്തികൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്ലോബൽ ഈ പറയുന്ന കോയിൻഫോർജിന്റെ ലൈസൻസ് അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള ഒരു സബ് ലൈസൻസ് നിങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കിലൂടെ. നിങ്ങൾ ഇവിടെ മുടക്കുന്ന പൈസയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇതിന് ബദലായിട്ട് നിങ്ങൾ മുടക്കുന്ന പൈസക്ക് തത്തുല്യമായിട്ടുള്ള എനർജി ടോക്കൺ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് ഭാവിയിൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുമാനമാക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. അതിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു അഫിലിയേറ്റ് ലിങ്കും ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ലിങ്കാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നിങ്ങൾക്ക് മാറുന്നത്. എങ്ങനെ? ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം.
മിനിമം ഒരു $50 എടുത്തിട്ട് നിങ്ങളുടെ സുഹൃത്ത് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് 40% നിങ്ങൾക്ക് റെഫറൽ കമ്മീഷനായിട്ട് കിട്ടുകയാണ്. $20 പ്ലസ് അത് അദ്ദേഹം നിങ്ങളുടെ ഒരു ഫസ്റ്റ് ലെവലായിട്ടാണ് വരുന്നത്. ആ ലെവലിൽ നിന്ന് 8% നിങ്ങൾക്ക് വരുമാനമായിട്ട് കിട്ടണം. ചുരുക്കി പറഞ്ഞ $50 എടുത്തൊരു വ്യക്തി നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ, 4500 മുടക്കി ഒരു വ്യക്തി നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ 2200 നിങ്ങൾക്ക് വരുമാനമായിട്ട് കിട്ടണം. ഇത് രണ്ടാമത്തെ വ്യക്തിയെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് 40 + 8 48% കിട്ടുകയാണ്, 2200 ഇതുപോലെ ഒരു 10 വ്യക്തികളെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് റെഫർ ചെയ്യുമ്പോൾ നിങ്ങളൊരു 4500 മുടക്കിയിട്ട് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നു. നിങ്ങളൊരു 10 സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്തു, ഒരു $50 മുടക്കിക്കൊണ്ട് നിങ്ങൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, അവർ ഇതിലേക്ക് വന്നു. ആ സമയത്ത് 2200 മുടക്കിക്കൊണ്ട് മീൻസ് വരുമാനമാക്കിക്കൊണ്ട് ആദ്യത്തെ വ്യക്തിയിൽ നിന്നും 10 വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം കിട്ടും. അപ്പൊ ടോട്ടൽ നിങ്ങളുടെ വരുമാനം 4500 മുടക്കിയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് 22,000 വരുമാനമാക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളൊരു 10 പേരെ 1 by 1 ആയിക്കൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ സമയം എടുത്തുകൊണ്ട് നിങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികളിൽ നിന്ന് മിനിമം 10 പേരിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് 22,000 വരുമാനം കിട്ടുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് രണ്ടാമത്തെ കോൺട്രാക്ട് നിങ്ങൾക്ക് ആ വരുമാനം വെച്ചിട്ട് ഓപ്പൺ ആക്കാം. ഇനി ഗ്ലോബൽ ഷെയർ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിനിമം 3 കോൺട്രാക്ട് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വരുന്നത് മിനിമം $350 ആണ്. ആ $350 മുടക്കാൻ നിങ്ങൾക്ക് 28,000 നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് റേറ്റ് വരുന്നത്, സോറി $300. ഈ $300 നിങ്ങൾക്ക് 28,000 മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്ലോബൽ ഷെയർ ആ സെക്കൻഡ് മുതൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഗ്ലോബൽ ഷെയർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ആ ഒരു സമയം മുതൽ പിന്നെ കമ്പനിയിൽ നടക്കുന്ന ബിസിനസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വരുമാനമായിട്ട് കിട്ടുന്നത്. അത് സാധാരണ ഫണ്ട് കമ്പനികളിൽ പറയുന്നത് പോലെ 1%, 2% എന്നുള്ള ബേസിലല്ല. ഇവിടെ നടക്കുന്ന ടോട്ടൽ ബിസിനസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഗ്ലോബൽ ഷെയർ കിട്ടുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് $1 ആവാം, $0.5 ആവാം, $2 ആവാം. അത് ഡിപ്പെൻഡ് അപ്പോൺ മാർക്കറ്റ് ആണ്. ഇവിടെ നടക്കുന്ന ഓരോ ബിസിനസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഗ്ലോബൽ ഷെയർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 28,000 മുടക്കിക്കൊണ്ട് നിങ്ങൾ മറ്റൊരു വ്യക്തി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് $132 നിങ്ങൾക്ക് വരുമാനമായിട്ട് കിട്ടണം. ഏകദേശം $12,000 മുകളിൽ ഒരു വ്യക്തിയിൽ നിന്ന് വരുമാനം കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 10 വ്യക്തികളെ റെഫർ ചെയ്ത സമയത്ത് $1,20,000 മുകളിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടണം. പ്ലസ് ഗ്ലോബൽ ഷെയറും നിങ്ങൾക്ക് കിട്ടണം. മിനിമം ഒരു 5 വ്യക്തികളെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 5 വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 8% വെച്ച് വരുമാനം കിട്ടുന്നുണ്ട്. അതിനുശേഷം ആ 5 വ്യക്തികളെ ഇവിടെ നടക്കുന്ന മോർണിംഗ് 7 AM മീറ്റിങ്ങുകളിലും ഈവനിങ് നടക്കുന്ന ഇതുപോലുള്ള പ്രസന്റേഷൻ മീറ്റിങ്ങുകളിലും പോലെയുള്ള ബിസിനസ്സുകളിലെ മീറ്റിങ്ങുകളിലേക്ക് നിങ്ങൾ അവരെ എൻ്റർ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, അതിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കും എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വരുമാനം പോലെ വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ അവരും പഠിക്കും. അവരും ഈ പറയുന്ന അവരുടെ കോൺടാക്റ്റിൽ ഒരു 5 പേരെ വെച്ചിട്ട് കൊണ്ടുവരികയാണെങ്കിൽ 25 പേര് നിങ്ങളുടെ ഫാമിലിയിലേക്ക് കടന്നു വരികയാണ്. ടോട്ടൽ അപ്പോൾ 25 പേരിൽ നിന്ന് 8% വെച്ച് നിങ്ങൾക്ക് വരുമാനം വരികയാണ്. അതിനുശേഷം അത് ഓട്ടോ ഫില്ലിങ്ങിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു 5-ൽ കൂടുതൽ ആളുകളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ 6ാമത്തെ ആൾ പോയിട്ട് പ്ലേസ് ആകുന്നത് എവിടെയാണ്, നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വർക്ക് ചെയ്യാത്ത ഏതെങ്കിലും വ്യക്തികളുടെ താഴെ പോയിട്ടാണ് അത് പ്ലേസ് ആവുക. അപ്പൊ നിങ്ങൾക്ക് അവിടെയും ഒരു 8% നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നോൺ വർക്കിംഗ് ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ 125, 625 അല്ലെങ്കിൽ 3125 പേര് നിങ്ങളുടെ 5 ലെവലിലായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം വരുന്നത് 3,905 പേരിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന 1,70,00,000 അതെങ്ങനെയാ വെച്ചാൽ 5 പേരിൽ നിന്ന് നിങ്ങൾക്ക് 8% കിട്ടുന്നുണ്ട്, 25 പേരിൽ നിന്ന് 8% കിട്ടുന്നുണ്ട്, 125 പേരിൽ നിന്ന് 8% കിട്ടുന്നുണ്ട്, 625 പേരിൽ നിന്നും 8% കിട്ടുന്നുണ്ട്. കൂടാതെ 5ാമത്തെ ലെവലിൽ നിന്ന് 3,125 പേരിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു തവണ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീം, ആ ടീമിൽ നിന്ന് അടുത്ത 3 മാസം കൊണ്ട് ഓപ്പൺ ആകാൻ വേണ്ടി പോകുന്ന അടുത്ത 3 കോൺട്രാക്റ്റുകളിൽ നിന്ന് ഇതേ ടീമിനെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1,70,00,000 ആണെങ്കിൽ അവിടെ 5,90,00,000 നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുമാനമായിട്ട് കിട്ടുന്നുണ്ട്. ഇനി എങ്ങനെയാണ് 5 വ്യക്തികളെ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് 6ാമത്തെ ഒരാൾ വന്നിട്ട് എങ്ങനെയാണ് താഴെ പ്ലേസ് ആവാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ആദ്യത്തെ എ എന്ന് പറയുന്ന നിങ്ങളുടെ ആദ്യത്തെ ഒരു വ്യക്തി നിങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകുന്ന അദ്ദേഹം 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്ന രണ്ടാമത്തെ വ്യക്തിയും 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. സി എന്ന് പറയുന്ന വ്യക്തിയും 2 പേരെ കൊണ്ടുവന്നു. പക്ഷെ ഡി എന്ന് പറയുന്ന 4ാമത്തെ വ്യക്തി ഒരാളെ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷെ ഈ എന്ന് പറയുന്ന 5ാമത്തെ ആൾ 3 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 6ാമത്തെ ഒരാളെ നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി പോയിട്ട് ഫില്ലാകുക ഈ പറയുന്ന ഡി എന്ന് പറയുന്ന ഏറ്റവും കുറവ് ബിസിനസ് വന്നിട്ടുള്ളത് എവിടെയാണോ അവിടെ പോയിട്ട് ഓട്ടോമാറ്റിക്കലി ഫില്ലാവും. അവിടെ നിന്ന് അങ്ങോട്ട് ആ പ്ലേസ് ആകുന്ന വ്യക്തി നടത്തുന്ന എല്ലാ ബിസിനസ്സുകളിൽ നിന്നും 5 ലെവലിൽ നിന്നും 3,905 പേരിൽ നിന്നും ഈ പറയുന്ന ഡി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പാസീവ് വരുമാനം 8% വെച്ചിട്ട് നിലവിൽ കണ്ടിന്യൂ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് കോയിൻ ഫോർജിന്റെ ഒരു ഇൻകം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രയോറിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിന്റെ റവന്യൂ മോഡലാണ്. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ഈ റോയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഇനി വരാനുണ്ട്. നമുക്ക് 20% നമ്മളുടെ പൈസയിൽ നിന്നും മാറ്റിവെക്കുന്നത് റോയാലിറ്റി കൊടുക്കുവാനും അടുത്ത ഓരോ ക്വാർട്ടർലി പീരീഡിലും ഓപ്പൺ ആകുന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ടുമാണ്. അപ്പൊ ഇവിടെ കമ്പനിക്ക് എന്താണ് ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 കോടിയാണ് ഇവിടെ ടോക്കൺ എന്ത് ചെയ്യുന്നത് മൈനിങ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത്.
ഈ പറയുന്ന 100 കോടിയുടെ 30 കോടി ടോക്കൺ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ മുടക്കുന്ന ഓരോ കോൺട്രാക്റ്റുകളും. $50 ആണെങ്കിൽ 50 ടോക്കൺ ആണ് നമുക്ക് കിട്ടുക. 6 കോൺട്രാക്ട് $1050 നമ്മൾ മുടക്കുന്നുണ്ടെങ്കിൽ 1050 ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കൊണ്ടുവരുന്ന 5 വ്യക്തികൾക്ക് കിട്ടുന്ന ടോട്ടൽ ടോക്കണിന്റെ 25% വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ടോക്കൺ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഈ ടോക്കൺ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നാളെ വരുമാനമാക്കി മാറ്റാം എന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ പറയുന്ന 6+3 കോൺട്രാക്ട്, അതായത് ഇപ്പൊ നിലവിലുള്ള 6 കോൺട്രാക്റ്റുകളും അടുത്ത് വരാൻ വേണ്ടി പോകുന്ന 3 കോൺട്രാക്ട്, ടോട്ടൽ 9 കോൺട്രാക്റ്റുകൾ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ റോയാലിറ്റി എലിജിബിലിറ്റി അവിടെ സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയാണ്? ജെനസിസ്, പയനീർ, വിഷണറി, ട്രയൽ ബ്ലേസർ, ഇങ്ങനെ 4 റാങ്കുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഈ 4 റാങ്കുകൾ ജനുവരി 1-ാം തീയതി മുതൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ ഈ പറയുന്ന 6 കോൺട്രാക്റ്റും പ്ലസ് അടുത്തത് ഓപ്പൺ ആകാൻ വേണ്ടി പോകുന്ന 3 കോൺട്രാക്റ്റും നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ജെനസിസ് എന്ന് പറയുന്ന എലിജിബിലിറ്റി റാങ്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ താഴെ വന്നിട്ടുള്ള ടോട്ടൽ വ്യക്തികളിൽ നിന്ന് 5 പേര് മിനിമം ഈ പറയുന്ന 9 കോൺട്രാക്റ്റും ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മാറ്റിവെക്കപ്പെടുന്ന 20% ഈ റോയാലിറ്റിക്ക് വേണ്ടിയിട്ട് എത്ര പെർസെന്റേജ് ആണോ ആ പെർസെന്റേജിന്റെ 20% നമുക്ക് എല്ലാ മാസവും 1-ാം തീയതി വരുമാനമായിട്ട് കിട്ടും. ആ 5 വ്യക്തികൾ ഈ പറയുന്ന അവരുടെ 5 പേരുടെ 9 കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന വിഷണറി റാങ്കിലേക്ക് മാറുകയാണ്. അവിടെ 30% നമുക്ക് എന്ത് ചെയ്യുന്നത് എല്ലാ മാസവും കിട്ടുന്നത്. അതിനുശേഷം അവർ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ട്രയൽ ബ്ലേസർ എന്ന് പറയുന്ന 50% എല്ലാ മാസവും കിട്ടുന്ന ഒരു വരുമാനമായിട്ട് മാറും. സോ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ വരുമാനം കിട്ടും? ഒന്ന്, നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അപ്ലൈൻ പോലും വർക്ക് ചെയ്താൽ പോലും നിങ്ങൾക്ക് എല്ലാ ദിവസവും ലെവൽ കമ്മീഷൻ നിങ്ങൾക്ക് 5 ലെവലിൽ നിന്ന് 8% വരെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമത്, ഒരാഴ്ചയിൽ നിങ്ങൾക്ക് വരുമാനം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറുകളിലും നിങ്ങൾക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ഷെയറിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ വാലറ്റുകളിൽ സൂക്ഷിച്ചുകൊണ്ട് എല്ലാ ആഴ്ചയും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വിഡ്രോവലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാം. ഇനി അതല്ല, അത് ദിവസവും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. അതിലൊരു എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഒരാഴ്ച വരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മീൻസ് ഇന്നർ വാലറ്റിൽ കിടക്കുന്ന നമ്മുടെ ഗ്ലോബൽ ഷെയറിന് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഡെയിലി വരുമാനത്തിനാണെങ്കിൽ നിങ്ങൾക്ക് ലെവൽ കമ്മീഷൻ 8% വെച്ചിട്ട് കിട്ടണം. എങ്ങനെയാണ് 8%? ഒരു 6 കോൺട്രാക്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ 8% എന്ന് പറയുന്നത് $48, 4200 രൂപ. ഇതൊരു 10 ദിവസം ഒരു ലെവൽ കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലും അത് അവിടെ 40,000 രൂപക്ക് മുകളിൽ വരുമാനമായി. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 1.25 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം. നിങ്ങളുടെ സ്പോൺസർ വർക്ക് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരു ലെവൽ കമ്മീഷൻ ഒരു ദിവസം കിട്ടിയാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു മാസം 1.25 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ ഈ പറയുന്ന ഗ്ലോബൽ ഷെയറിനെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ടോട്ടൽ കമ്പനിയുടെ വിഡ്ത്ത് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരാഴ്ചയിൽ അത് വിഡ്രോ ചെയ്തിട്ട് അതൊരു വരുമാനമാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു യൂസ്ഫുൾ വരുമാനമാക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതല്ല, ദിവസവും നിങ്ങൾക്ക് വരുമാനം വിഡ്രോ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഒരു മാസം നിങ്ങൾ വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജനുവരി 1-ാം തീയതി മുതൽ ഒരു സാലറി പോലെ ഈ പറയുന്ന 9 കോൺട്രാക്ട് നിങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ താഴെയുള്ള 5 പേരും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 20%, 30%, 50% എന്ന് പറയുന്ന ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ മാസവും ഒരു സാലറി പോലെ വരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു ദിവസം നിങ്ങൾക്ക് ഒരു സഡൻലി ഒരു വരുമാനം വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ ഇതിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 40% പ്ലസ് 8% നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയും വരുമാനം കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു 5 ലെയർ നിങ്ങളൊരു ടീമിന് 5 വ്യക്തികളെ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു 2 മാസം കൊണ്ട് അതിന് 25 പേരാക്കിയിട്ടൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുന്ന ഒരു ടീമിൽ നിന്ന് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ബിസിനസ് കയറുകയാണെങ്കിൽ $48 കിട്ടി. ബി എന്ന് പറയുന്ന ടീമിലും അതേ ദിവസം ഒരു ബിസിനസ് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെയും $48 കിട്ടി. അങ്ങനെ 5 ബിസിനസ്സിൽ നിന്നും 5 ലെഗിൽ നിന്നും നിങ്ങൾക്ക് ഓരോ ബിസിനസ് കയറിയാൽ പോലും നിങ്ങൾക്ക് ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 20,000 രൂപക്ക് മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 6 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒന്നിൽ കൂടുതൽ 2 ബിസിനസ് അവിടെ നിങ്ങൾക്ക് ഓരോ ടീമിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 10 ലക്ഷത്തിലധികം വരുമാനം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. സോ എത്ര വരുമാനം നിങ്ങൾക്ക് വേണം, എന്തൊക്കെയാണ് നിങ്ങളുടെ നീഡ്, നിങ്ങൾ എത്രത്തോളം വരുമാനം ആവശ്യമുള്ള വ്യക്തിയാണോ അതിനനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെ 4,500 രൂപക്ക് മുതൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ വരുമാനത്തിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 2-ാമത്തെ കോൺട്രാക്റ്റിലേക്കും 3-ാമത്തേലേക്കും 6-ലേക്കും എത്തിക്കാൻ പറ്റും. ഇനി അതല്ല, ഒറ്റ തവണയായിട്ട് നിങ്ങൾക്ക് 6 കോൺട്രാക്ട് എടുത്തിട്ടും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ എല്ലാ ഫ്രണ്ട്സിനോടും എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഈ സൂമിൽ നിങ്ങൾ ഇത്രയും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റോയാലിറ്റി വാങ്ങാനും അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടെ കൂടി ഈ ബിസിനസ്സിനെ കണ്ടുകൊണ്ട് ജനുവരി മുതലുള്ള റോയാലിറ്റി വരുമാനങ്ങൾ വാങ്ങാനും നിങ്ങളുടെ വേണ്ടപ്പെട്ട നിങ്ങളുടെ ബന്ധത്തിലോ നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ ഉള്ള എത്രയോ ആളുകൾ പൈസക്ക് അത്യാവശ്യക്കാരായിട്ട് ഇരിക്കുന്നുണ്ട്. ഓരോ സിറ്റുവേഷൻ വളരെ ബാഡായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ലൈഫിലുണ്ട്. ഞാൻ പറയുന്നത്, എത്ര പേർക്ക് നമുക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റും? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഞാൻ പറയുന്നത്, ഈ പണം എന്ന് പറയുന്നത് നമുക്ക് വരുമാനം ഉണ്ടാക്കാനും നമ്മളിലൂടെ ഒരുപാട് പേർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു മാൻ പവർ ബിൽഡ് ചെയ്തുകൊണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് കോയിൻ ഫോർജിന്റെ ഭാഗമാകാൻ ഞാൻ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു.
നിങ്ങൾ ആരാണോ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആരിലൂടെയാണ് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് എത്തിയിട്ടുള്ളത്, ഞാൻ ചോദിക്കണം എന്തും ആയിക്കോട്ടെ, പക്ഷെ ഈ ബിസിനസ്സിനെ ഈ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റ് മുതൽ നിങ്ങൾ ഇവിടെ മറ്റൊരു ലീഡറായിട്ട് മാറാനുള്ള എല്ലാ അവസരങ്ങളും എംപവർ എന്ന് പറയുന്ന ഒരു അക്കാദമി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് ഈ ഒരു ബിസിനസ്സിലൂടെ മോട്ടിവേഷൻ കൊടുത്തിട്ടല്ല നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ആളുകൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. പകരം ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി പച്ചവെള്ളം പോലെ മനസ്സിലാക്കി കൊടുത്തും ഈ ബിസിനസ്സിലൂടെ നിങ്ങൾ കടന്നു വന്നാൽ 1000 രൂപ മുതൽ 1,00,000 രൂപ വരെ 10 ലക്ഷമോ കോടികളോ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ, നിങ്ങളൊരു പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, നിങ്ങൾക്കൊരു പൈസക്ക് അത്യാവശ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ തൃപ്തനല്ലെങ്കിൽ, നിങ്ങളുടെ 24 മണിക്കൂറിൽ ഏറ്റവും മാക്സിമം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള ഒരു ജോലിയാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്കുള്ള ബിസിനസ്സാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒറ്റ കാര്യം പറയാനുള്ളൂ, നമുക്ക് ലൈഫിൽ ഒരുപാട് സമയമൊന്നും ബാക്കിയില്ല. ഈ പറയുന്ന ഒരു കുറച്ച് സമയം, ജനനം എന്ന് പറയുന്ന ഒരു 3 അക്ഷരത്തിന്റെയും മരണം എന്ന് പറയുന്ന ഒരു 3 അക്ഷരത്തിന്റെയും ഇടയിലുള്ള ഒരു 3 അക്ഷരമാണ് ജീവിതം എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം നമ്മൾ ജീവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ സമയം വരെ നമ്മൾ ജീവിച്ചിട്ട് നമുക്ക് എത്രത്തോളം ലയബിലിറ്റി ഇപ്പോഴും നിലവിലുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ സുഹൃത്തുക്കളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിലവിൽ നമുക്ക് എത്ര രൂപ ബാധ്യതയുണ്ട്, നിലവിൽ നമുക്ക് എത്ര വയസ്സായി, ഇത്രയും വയസ്സിൽ നമ്മൾ ഇത്ര കാലം അധ്വാനിച്ചിട്ടും പല മേഖലകളിൽ ജോലി ചെയ്തിട്ടും നമുക്ക് എന്തേ നമ്മുടെ ലയബിലിറ്റി ക്ലിയർ ചെയ്യാൻ പറ്റാത്തത്? ഇപ്പോഴും നമ്മുടെ വീടിന്റെ ഡോക്യുമെന്റ് ബാങ്കിലാണോ, അല്ലെങ്കിൽ എത്ര ഗോൾഡ് നമ്മൾ പണയം വെച്ചിട്ടുണ്ട്, എത്രത്തോളം EMI അടക്കുന്ന ആളുകളാണ്? സോ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ലോകത്തുള്ള ഓണ്ടർപ്രണേഴ്സ് ആരും തന്നെ ഒറ്റ ഫോക്കസിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒറ്റ മേഖലയിൽ നിന്നുകൊണ്ട് സക്സസ് ആയിട്ടുള്ള ആളുകളല്ല. അവർക്ക് എവിടെയാണോ ടേണിംഗ് പോയിന്റ് കിട്ടിയിട്ടുള്ളത് ആ ടേണിംഗ് പോയിന്റിൽ നിന്നുകൊണ്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിനെ വളർത്തി വലുതാക്കിയിട്ടുള്ള ആളുകളാണ് ഇന്ന് ലോകത്ത് സക്സസ് ആയിട്ടുള്ള ആളുകൾ. ഒരു 9 to 5 ജോബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. ലൈഫ് എന്ന് പറയുന്നത് കോംപ്രമൈസ് ചെയ്യാനുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളതാണെന്നാണ്. നിങ്ങൾക്ക് വലിയ ഡ്രീം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ബിസിനസ്. സോ ഇവിടെ $50 എന്ന് പറയുന്നത് 4,500 രൂപ മുതൽ മുടക്കിക്കൊണ്ട് തന്നെ, മീൻസ് 95,000 രൂപ വരെ മുടക്കിക്കൊണ്ട് ഈ ഒരു ബിസിനസിന്റെ ഏത് പാർട്ട് ഓഫ് ദ ഗെയിമും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പയറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ്സിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ എനിവേ, ഞാൻ എല്ലാവരെയും ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞാൻ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇത്രയും നേരം എന്നെ സഹിച്ചിരുന്ന എല്ലാ ആളുകളും, കേട്ടിരുന്ന എല്ലാ ആളുകൾക്കും വലിയൊരു നന്ദി പറയാണ്. കാരണം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ സുഹൃത്തോ ബന്ധുവായിക്കോട്ടെ, പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ബിസിനസ് ഞാൻ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടത് കൊണ്ടോ ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇന്ന് ഈ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞ് ഇത്രയും ഒരു 30-40 മിനിറ്റ്സ് നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഒരു തീരുമാനം എടുക്കുക. എന്താണ് ഈ ബിസിനസ് അതിന് മുന്നേ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയുമായിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ ഇതിന്റെ ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഒരു 4,500 രൂപയോ അല്ലെങ്കിൽ 95,000 രൂപയോ മുടക്കിക്കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ 1 രൂപ നിങ്ങൾക്ക് ലോസ് ആകാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവേത് ഈ ബിസിനസ് നിങ്ങൾ ചെയ്യരുത്. അതിന് പകരം ഈ ഒരു ബിസിനസ് നിങ്ങൾ എത്ര രൂപ മുടക്കിയിട്ട് കൊണ്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്, ആ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ഒരു 1000 രൂപ മാസം വരുമാനം ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളിലൂടെ ഒരുപാട് പേർക്ക് 1000 രൂപ മിനിമം ഒരു 1000 രൂപ ഒരു മാസം വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ പറ്റുമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. യെസ് എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, തുടങ്ങി വെക്കുക. ഏതൊരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക. നിങ്ങളൊരു സ്റ്റുഡന്റ് മൈൻഡ് സെറ്റ് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും ഒരു പ്രോഗ്രാം പോലും വിടാതെ നിങ്ങളുടെ ആവശ്യമായിക്കൊണ്ട് ഈ ബിസിനസ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുകൊണ്ട് ഈ ബിസിനസ്സിനെ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് മറ്റുള്ള ഒരുപാട് പേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നുണ്ടെങ്കിൽ വരുമാനം എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ കുറിച്ച് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. പകരം നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ലൈഫിലേക്ക് ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയായിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കിങ് മേക്കർ ആയിട്ട് മാറാനുള്ള എല്ലാ പോസിബിലിറ്റി ഇവിടെയുണ്ട്. സോ എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യും, നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാണ്. അതിനു മുന്നേ ആ തീരുമാനം എടുക്കുന്നതിന് മുന്നേ യെസ് ആയിക്കോട്ടെ നോ ആയിക്കോട്ടെ നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ട് മാത്രം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിയുടെ പ്രഷറിന്റെ പുറത്ത് നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം ഈ ഒരു ബിസിനസ് ഒരിക്കലും മോട്ടിവേറ്റഡ് ബിസിനസ് അല്ല, ഇത് ഇൻസ്പിറേഷനിലൂടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബിസിനസ്സാണ്. എനിവേ, ഞാൻ എല്ലാവരെയും നല്ല രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, എൻ്റെ ഈ ചെറിയൊരു ടൈം അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഇത്രയും നേരം കാത്തിരുന്ന എല്ലാ ആളുകൾക്കും, ക്ഷമിച്ചിരുന്ന എല്ലാ ആളുകൾക്കും ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് താങ്ക് യു സോ മച്ച്.